ഹലോ വെൽക്കം ബാക്ക്. അടിപൊളി ഒരു ചോക്ലേറ്റ് മോസ് റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. വെറും 3 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഉണ്ടാക്കുന്ന ഈ ഒരു ഐറ്റത്തിൻ്റെ മെയിൻ ഐറ്റം ചോറാണ്. അപ്പോൾ വീഡിയോ എങ്ങനെയാണെന്ന് കണ്ടു നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഫസ്റ്റ് തന്നെ ഒരു ബൗൾ എടുത്ത് വെച്ചിന്. ഇനി ഒരു ബാർ ചോക്ലേറ്റ് ഫുള്ളായിട്ട് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഏത് ചോക്ലേറ്റ് ആയാലും കുഴപ്പമില്ല. ഞാനിപ്പോൾ മിൽക്ക് ചോക്ലേറ്റാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഡാർക്ക് ചോക്ലേറ്റ് ഇഷ്ടമാണെങ്കിൽ അത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഞാനിതിലേക്ക് ബട്ടറാണ്. എന്നിട്ട് ഇത് രണ്ടും കൂടി ഒന്ന് മെൽട്ടാക്കി എടുക്കാം കേട്ടോ. ഞാനിപ്പം ഡബിൾ ബോയിൽ ചെയ്തിട്ടാണ് മെൽട്ടാക്കി എടുക്കുന്നത്. പിന്നെ ആ ബട്ടറിനൊന്നും പ്രത്യേകിച്ച് അളവൊന്നും ഇല്ല. ചോക്ലേറ്റ് ഒന്ന് മെൽട്ടാക്കുമ്പം വല്ലാണ്ട് കട്ടിയാവാണ്ടിരിക്കാനാണ് നമ്മൾ ബട്ടർ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ നോക്കി എടുത്താൽ മതി. ഇനി ഒരു മിക്സിൻ്റെ ജാറിൽ ഞാൻ 1 കപ്പ് ചോറിട്ട് കൊടുക്കുന്നുണ്ട്. ഇതിപ്പം ബസ്മതി അരിയാണ് കേട്ടോ. അപ്പോൾ ഏതരിയായാലും കുഴപ്പമില്ല. നിങ്ങളുടെ അടുത്ത് തന്നെ നോർമൽ ചോറാണെങ്കിൽ അതും ഇട്ട് കൊടുക്കാം, പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഞാനിപ്പോൾ ഇത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ നേരത്തെ ഡബിൾ ബോയിൽ ചെയ്ത് മെൽട്ടാക്കി വെച്ച ചോക്ലേറ്റ് ഉണ്ടല്ലോ, അപ്പോൾ അത് ഒഴിച്ചു കൊടുക്കലാണ്. അങ്ങ് ഡയറക്റ്റ് അങ്ങ് ഒഴിച്ചു കൊടുക്കലാണ്. പിന്നെ ഞാൻ മിൽക്ക് ചോക്ലേറ്റ് എടുത്തത് കൊണ്ട് നമുക്കൊരു ലൈറ്റ് ടേസ്റ്റാണ് കിട്ടിയത്. നമുക്കിത് ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഡാർക്ക് ചോക്ലേറ്റ് എടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മളെ മധുരം നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക. ഇനി പഞ്ചസാര അല്ലെങ്കിൽ മിൽക്ക് മെയ്ഡ് ആയാലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ഇത് മിക്സിയിൽ നല്ലോണം ബ്ലെൻഡ് ചെയ്തെടുക്കുക. ഈ ചോറിലൊന്ന് അരച്ചെടുക്കുക കേട്ടോ. പിന്നെ നമുക്കിനി ഇത് ഇങ്ങനെ തന്നെ ഫ്രീസറിൽ സെറ്റാക്കി എടുത്താൽ ഇത് ഇങ്ങനെയും ശരിയാവും. പക്ഷെ ഞാനിപ്പം ഇതിലേക്ക് ഒരു 1/2 കപ്പ് ഇളം ചൂടുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി വെള്ളത്തിന് പകരം ഇളം ചൂടുള്ള പാലായാലും എന്തായാലും സാരമില്ല, ഇളം ചൂടുള്ളത് വേണമെന്നേ ഉള്ളൂ. എന്നിട്ട് ഒന്നും കൂടി ഇതൊന്ന് മിക്സിയിൽ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് ഒരു സ്മൂത്ത് പേസ്റ്റ് ആക്കി എടുക്കുക. വല്ലാണ്ട് ലൂസ് ആവാനോ വല്ലാണ്ട് ടൈറ്റ് ആവാനൊന്നും നിൽക്കണ്ട. ഇതാണ് കേട്ടോ ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി. ഇനി ഇതൊരു കണ്ടെയ്നറിൽ ഒഴിച്ചിട്ട് 2 മണിക്കൂർ ഫ്രീസ് ചെയ്തെടുക്കുക. 2 മണിക്കൂർ മാത്രം കേട്ടോ. കാര്യം കൂടുതലായി പോയി കഴിഞ്ഞാൽ വല്ലാണ്ട് കട്ട് ചെയ്ത് പോവും. നമ്മൾ വെള്ളം ഒഴിച്ചതല്ലേ. അപ്പോൾ 2 മണിക്കൂർ ഫ്രീസ് ചെയ്തിട്ട് ഒന്ന് സെർവ് ചെയ്താൽ മതി. പിന്നെ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇത് നമ്മൾ ചോറ് കൊണ്ട് ഉണ്ടാക്കിയതാണെന്ന് ആരും പറയൂല. നമ്മൾ പറയുന്നത് വരെ ആരും അറിയില്ല കേട്ടോ. അത്രയ്ക്ക് ടേസ്റ്റാണ്. കണ്ട നല്ല കൺസിസ്റ്റൻസി ആയിട്ട് വന്നിന്. ഏകദേശം ഒരു ഐസ്ക്രീം എന്നെല്ലാം പറയാം കേട്ടോ. ഒരു ചോക്ലേറ്റ് ഐസ്ക്രീം എന്ന് പറഞ്ഞാലും ഇനി ആരും എല്ലാന്ന് പറയും. അപ്പോൾ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നത്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ പുതിയ വ്യൂവേഴ്സ് എല്ലാം ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഫ്രണ്ട്സിനും ഫാമിലിക്കെല്ലാം ഒന്ന് ഷെയർ ആക്കി കൊടുക്കുക. ബൈ ബൈ.